സുകുമാരിയെ പോലെ ഒരു നടി ഇനി മലയാളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനിക്കണം. കാരണം ഏത് ക്യാരക്ടർ കൊടുത്താലും ഒരു നല്ലൊരു മോഡേൺ ഒരു അമ്മയെ ബോയിങ് ഒക്കെ നിങ്ങൾ കണ്ട് അതിലൊക്കെ ഒരു മോഡേൺ ആയിട്ട് ഒരു ഫോറിൻ ലേഡി അങ്ങനെ വരുന്നു നടക്കുന്നു. അതേ സമയത്തിൽ ഒരു പാവപ്പെട്ട ഒരു അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നു, കുറേ മക്കളെ ആ അമ്മയോടോ അവർ ചെയ്യും. ഏത് ക്യാരക്ടർ ചെയ്താലും അവരത് ഇണങ്ങിയിരിക്കും. ഷീ സോ സിൻസിയർ. ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ സിൻസിയറായിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യും. അതിനുള്ള ഡ്രസ്സുകൾ അവർ തന്നെ പോയി കടയിൽ നിന്ന് മേടിക്കുമോ, എങ്ങനെയോ ഒരു ഒപ്പിച്ച് ശരിയാക്കും. വാസ്തവര് എനിക്ക് സുകുമാരിയെ പറ്റി ഓർക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം. ഇന്നസെൻറ്റും ഞാൻ ആ പറ്റി കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, 4-5 പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ച് വന്നതിന് ശേഷം മനസ്സിനക്കരെ, തസ്കര വീരൻ എല്ലാം കുറേ പടങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ ഒരു ഭയങ്കര ദുഃഖം തന്നെ കേട്ടോ കാണുമ്പോൾ. ആ ചിരിച്ച മുഖമൊക്കെ അതില്ലാതെ അങ്ങേര് വേദനിച്ച് അങ്ങ് മരിച്ചതൊക്കെ ഓർക്കാൻ വയ്യ എനിക്ക് വാസ്തവത്തിൽ. അല്ല, അവരുടെ കൂടെ അഭിനയിച്ച എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഓർത്തെടുക്കാൻ ഇന്നസെന്റ് കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ അപ്പൊ സത്യൻ അന്തിക്കാട് ആയിരുന്നല്ലോ അതിന്റെ ഡയറക്ടർ. അപ്പോ ഞാൻ തിരിച്ചു വന്നത് പിന്നെ എനിക്ക് എല്ലാവരും ഔട്ട് ഓഫ് പ്ലേസ് ആയിരുന്നു. ഇവരെല്ലാവരും പുതിയ ആൾക്കാർ, പുതിയതായിട്ട് ഒരു 10-18 കൊല്ലം പടം സിനിമ എന്ന് പറഞ്ഞോ എന്താണെന്ന് അറിയാതെ മാറി നിന്നിട്ട് പിന്നെ സിനിമയിൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യ എനിക്ക് വേണ്ട ഈ പടം ഞാൻ അഭിനയിക്കുന്നില്ല. അവിടെ വന്നാൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിനയിപ്പിച്ചു. അപ്പോൾ സത്യനെ ഇന്നസിനോടും പിന്നെ സിദ്ദിഖ് ജയരാമനോടൊക്കെ പറഞ്ഞു, എപ്പോഴും ഷീലാമ്മയെ വന്ന് നല്ല ചിരിച്ച് നല്ല ഒരു ഹാപ്പി ആയിട്ട് ആ മൂഡിൽ നിങ്ങൾ വെച്ചിരിക്കണം എന്ന് പറഞ്ഞു. അത് കാരണം അവർ 3 പേര് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും കഥകൾ പറയും, ചിരിച്ച് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഷൂട്ടിങ് തീർന്ന് റൂമിലോട്ട് പോയാൽ പോലെ എനിക്ക് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഷോട്ടിലേക്ക് പോകണമെന്ന് തോന്നും, ലൊക്കേഷനിലേക്ക് പോകണമെന്ന് തോന്നും. അത്രത്തോളം അതിൻ്റെ ഏറ്റവും അധികം പങ്കെടുത്തത് ഇന്നസെൻ്റ് ആയിരുന്നു. ചിരിപ്പിക്കാനായിട്ട് ഓരോ പഴയ കഥകൾ പറയും, അത് പറയും, ഞാൻ അഭിനയിച്ച പടത്തിനെ പറ്റി പറയും, അത് കാണാൻ പോയ കാര്യങ്ങളെ പറ്റി പറയും, പിന്നെ അങ്ങേരുടെ ജീവിതത്തെ പറ്റി പറയും. എപ്പോൾ നോക്കിയാലും ഭാര്യയുടെ പേര് തന്നെ. ഭാര്യയെ പറ്റി ഇത്രത്തോളം പറയുന്ന ഒരു നടനെ പോലും ഞാൻ കണ്ടിട്ടില്ല. എപ്പോൾ ഏത് ഒരു നിമിഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഭാര്യയുടെ പേര് പറഞ്ഞു കാണും. ഷീ ഈസ് ലക്കി റിയലി. ശീലമിപ്പം ഇത് പറഞ്ഞപ്പോഴാണ് മാറി നിന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ സിനിമയിൽ. എങ്ങനെയായിരുന്നു അത്? വളരെ മിസ് ചെയ്തിരുന്നു സെറ്റപ്പ്? ഒന്നും മിസ് ചെയ്തില്ല. ഇല്ല, ഐ വാസ് വെരി ഹാപ്പി. ഇതൊക്കെ ഈ ടെൻഷനിൽ നിന്നൊക്കെ മാറി ഈ എപ്പോൾ നോക്കിയാലും ലൈറ്റും ക്യാമറയും ഷോട്ട് കട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ട് ഓടി വരണം, അയ്യോ ആർട്ടിസ്റ്റ് പോണല്ലോ, അയ്യോ ലൈറ്റ് പോകുന്നു, ഓടിവാ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ടെൻഷന് ഞാൻ അനുഭവിച്ച് ജീവിച്ചത്. ബിക്കോസ് 13 വയസ്സായപ്പോൾ ഞാൻ അഭിനയിക്കാൻ വന്നു. മൈ ചൈൽഡ്ഹുഡ് എല്ലാം പോയി. ഫുൾ ടൈം